തല്ലിന സൗണ്ട് കേട്ടിട്ട് മൊയ്തീൻ പറയാണ് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ സമീർ അലിനെയും ഈ മൊയ്തീനെയും രണ്ട് റൂമിലായിട്ട് നിർത്തിയിരുന്നത്. ഇങ്ങോട്ട് എന്ത് ചെയ്തു, സി ഐൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സി ഐയും അവൻ്റെ മുഖത്ത് രണ്ടുപേരും മുഖത്ത് അടിച്ചിട്ടുണ്ട്. ഈ സമീർ അലിൻ്റെയും മൊയ്തീനും മുഖത്തടിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധു കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇതിപ്പോൾ ഈ മർദ്ദനം എന്നുള്ള രീതിയിൽ നിങ്ങൾ പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടി നടന്നു, അത് വേറെ ടീം തച്ചത്. ഇവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരുടെ കയ്യിൽ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇന്നലെ പാണ്ടിക്കാടത്തെ പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണിച്ചു. ഈ മൊയ്തീൻ കുട്ടിക്കെതിരെ ആരും പരാതി കൊടുത്തിട്ടില്ല. അങ്ങനെ മറ്റുള്ളവരെ കൂടെ ഈ മൊയ്തീൻ പോയതാണ്. അപ്പോൾ നീയും പോലീസുകാരനെ തള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മൊയ്തീനെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ആദ്യം സമീർ അലി എന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ തല്ലിന സൗണ്ട് കേട്ടിട്ട് മൊയ്തീൻ പറയാണ് ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഈ സമീർ അലിനെയും ഈ മൊയ്തീനെയും രണ്ട് റൂമിലായിട്ട് നിർത്തിയിരുന്നത്. ഇങ്ങോട്ട് എന്ത് ചെയ്തു, സി ഐൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. സി ഐയും അവൻ്റെ മുഖത്ത് രണ്ടുപേരും മുഖത്ത് അടിച്ചിട്ടുണ്ട്. ഈ സമീർ അലിൻ്റെയും മൊയ്തീനും മുഖത്തടിച്ചിട്ടുണ്ട്. സി ഐ അടിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ബോധ അവസ്ഥയിലായതിന് ശേഷം പാണ്ടിക്കാട് ന്യൂ ഹോസ്പിറ്റലിൽ കൊടുന്നു. അവിടുന്ന് ഇങ്ങോട്ട് മൗലാനയിലേക്ക് വന്നു. ഇന്നലെ രാത്രി, അതായത് ആംബുലൻസും 2 സി ഐൻ്റെ വണ്ടിയും എസ് ഐൻ്റെ വണ്ടിയും ഇന്നലെ രാത്രി മുതൽ ഇവിടെയുണ്ട്. 3 പോലീസുകാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ICU അവരും ഉണ്ട്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര അവർ പേടിക്കേണ്ട ഒരു ആവശ്യം? അവർ എല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം ശരി. ഇല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ അതിൻ്റെ ഒരു തല്ലേ. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. നമുക്ക് എന്താ വെച്ചാൽ അവൻ്റെ ജീവൻ അതോട് മുന്നോട്ട് പോകും, പരാതി മുന്നോട്ട് പോകും. കാരണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ, അതായത് ഒരു വ്യക്തിഗതമാർക്കൊരു സംഭവം ഇനി വരാൻ പാടില്ല. കാരണം അവൻ പേഷ്യൻ്റ് ആണെന്ന് പറയുന്നു. ഈ പറഞ്ഞിട്ടും അവർ തല്ലിയതാണ്. സമീർ അലി അടിച്ചിട്ടുണ്ട്. സമീർ അലി പറയുന്നുണ്ട് എന്നെ പോലീസുകാർ റൂമിലിട്ടിട്ട് 3-4 കുത്തി. അപ്പോൾ അതേ അടി ഇവനെയും ഇപ്പുറത്തെ റൂമിൽ നിന്ന് അടിച്ചിട്ടുണ്ടാവും, ഉറപ്പന്നല്ലേ. അവനത് കണ്ടിട്ടില്ല, പുറത്തുള്ളൊരു ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എനിക്കിതിലൊരു പരാതിയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ പത്രക്കാർ വന്നപ്പോൾ ഇത് കാര്യങ്ങൾ പറയുന്നത്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുള്ള സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. എന്തായാലും ഈ ഒരു 36 വയസ്സുള്ള യുവാവാണ് ഈ പോലീസ് കസ്റ്റഡിയിലിടയ്ക്ക് കുഴഞ്ഞു വീഴുകയും പിന്നീട് മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ താനൂർ കസ്റ്റഡി മരണത്തിന് പിന്നാലെ ഈ പാണ്ടിക്കാട് നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.